പ്രൈസ് ലോർഡ്. ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. അസാക്ഷ്യം പ്രിയപ്പെട്ട ദൈവമക്കൾ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വളരെയധികം അനുഗ്രഹമായി തീരും. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കത് വളരെയധികം കാരണമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അതൊരു അനുഗ്രഹമായി തീരും. പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതും നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രിയ, എന്തോ ഉണ്ട് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നല്ലോ ഇല്ലേ? ഓക്കെ ഓക്കെ. പ്രിയ, എവിടുന്നാ ഇപ്പൊ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ട്? ഞാനിപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന മധ്യപ്രദേശിൽ നിന്നാണ്. മധ്യപ്രദേശിലെ കട്നി ഡിസ്ട്രിക്ട്. ഓക്കെ ഓക്കെ. അവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നല്ലോ ഇല്ലേ? ഓക്കെ. കർത്താവ് ധാരാളം സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പോൾ അങ്ങോട്ട് സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസ്യതയും ബലപ്പെടുത്തിയായിട്ട് കാലാവസ്ഥയൊക്കെ അനുകൂലമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഈ സാക്ഷ്യം കേൾവിക്കാർക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേകരെങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞ കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയാട്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ദേവദാസിക്ക് നൽകി തരികയാണ്. ദേവദാസിക്ക് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. എന്റെ പേര് ആന്റി പറഞ്ഞതുപോലെ പ്രിയ ജോസഫ്. ഞാനിപ്പോൾ മധ്യപ്രദേശിൽ നിന്നാണ് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ കുടുംബമായിട്ട് കഴിഞ്ഞ 14 വർഷമായിട്ട് ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്തയാള് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നു, നാട്ടിലാണുള്ളത്. ഇളയാള് ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ട്. +1 ഈ വർഷം ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പം ദൈവം സഹായിച്ച് ഞങ്ങള് ഇവിടെ ഈ പ്രദേശത്തായിരിക്കുന്നു. 14 വർഷം മുമ്പ് ഇവിടെ കടന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഈ ചാനലിലൂടെ, ജോയ്സ് ടിവിയിലൂടെ എനിക്ക് എന്റെ ജീവിത സാക്ഷ്യം ഷെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രിയ ആന്റിക്കും പ്രിയ ജോയ്സ് ടിവിയുടെ എല്ലാ സംഘാടകർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ദൈവനാമത്തിൽ. അതോടൊപ്പം തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്ന മറ്റൊരാളും കൂടെ ഉണ്ട്, പാസ്റ്റർ അജിത് കുമാർ. പാസ്റ്ററാണ് ഞങ്ങളെ ആന്റിക്ക് പരിചയപ്പെടുത്തിയതും. അങ്ങനെയാണ് ആന്റി ഇങ്ങനെ ഒരു സാക്ഷ്യത്തിനായിട്ട് ചാനലിലേക്ക് എന്നെ ക്ഷണിക്കുവാനായിട്ട് ഇടയായത്. അപ്പം ഞാൻ എല്ലാ മാനവ മഹത്വം ദൈവത്തിൽ അർപ്പിക്കുന്നു. ഓക്കെ, ഞാൻ ആന്റി പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ എൻ്റെ സാക്ഷ്യം ഇവിടെ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ആക്ച്വലി ഞാനൊരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പേര് പ്രിയ എന്നാണ്. പ്രിയ മോളാണ് ഒഫീഷ്യൽ നെയിം. ഹസ്ബൻഡിന്റെ പേരാണ് ജോസഫ്. അപ്പം ഇപ്പോൾ പ്രിയ ജോസഫ് ആയിട്ടാണ്. ഒഫീഷ്യലി പ്രിയ മോളാണ്, എങ്കിലും പ്രിയ ജോസഫ് എന്ന് അറിയപ്പെടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിവേ, അപ്പം ആക്ച്വലി ഞങ്ങളൊരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും എൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വളരെ ആക്റ്റീവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി അമ്പലത്തിൽ പോകുമോ ഹിന്ദു ദൈവങ്ങളുമായിട്ട് പ്രാർത്ഥിച്ചതായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. ആകെപ്പാടെ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയുള്ളത് എൻ്റെ അമ്മ വീട്ടില് അവര് അമ്മയുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ എല്ലാ വർഷവും എന്താ പറയുന്നത്
അയ്യപ്പന്റെ ആരാധിക്കുമായിരുന്നു, അതായത് ശബരിമലയ്ക്ക് പോകുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷൻ ആണല്ലോ അത്, ശബരിമലയ്ക്ക് പോകാനുള്ള ആ ഒരു സംഭവം. അപ്പൊ അതിന് മാത്രമായിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പൊ അത് മാത്രമാണ് എനിക്ക് ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആകെപ്പാടെയുള്ള ഒരു ഓർമ്മ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പൊതുവെ ദൈവവിശ്വാസികളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ എന്താ പറയുന്ന അന്ധവിശ്വാസം അല്ലെ, മീൻസ് ദൈവമില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അപ്പം ഞങ്ങളുടെ ചെറുപ്പകാലം ഞങ്ങള് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കല്ലാർ എന്ന പറയുന്ന സ്ഥലത്ത്, അതായത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് കോതമംഗലത്ത് നിന്ന് മൂന്നാർ പോകുന്ന വഴിക്ക് കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ ജന്മദേശമാണ് അത്. അതിനുശേഷം ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവിടുന്ന് ചില ഫാമിലി കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവിടുന്ന് വിട്ടിട്ട് അതിന്റെ കുറച്ചുകൂടെ ഉൾപ്രദേശമായ കുരിശുപാറ എന്നൊക്കെ പറയുന്ന ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനിടയായി തീർന്നു. അവിടെയാണ് ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളൊക്കെ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ അവിടുന്ന് ഞങ്ങള് ആക്ച്വലി ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞങ്ങള് സ്കൂൾ വിദ്യാഭ്യാസം പല സ്കൂളുകളിലായിട്ടാണ് ഞാൻ കഴിക്കുവാനായിട്ട് ഇടയാകാറുണ്ട്. കാരണം ആ ചെറിയ പ്രായത്തിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറിയുള്ളൊരു ലൈഫായിരുന്നു ഞങ്ങൾക്ക്. അപ്പം അതിനുശേഷം ഞങ്ങള് മാമലക്കണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരിക്കുന്ന സമയത്താണ്, അത് നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. വലിയ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ഇതുമല്ല, എന്നാൽ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള അങ്ങനെയൊന്നും അല്ല, അതൊരു നോർമൽ ഒരു സാധാരണ പോലെയുള്ള ഒരു ലൈഫായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ബ്രദർ, ഞങ്ങൾ 3 മക്കളാണ് വീട്ടില്. ഞാനാണ് മൂത്തത്, അതിനുശേഷം എന്റെ ബ്രദർ, അതിനുശേഷം ഒരു അനിയത്തി, അങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ ബ്രദർ വീട്ടിൽ ഭയങ്കര കുസൃതിയായിട്ടുള്ള ഒരു ആളായിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് എന്നെ ഇങ്ങനെ അവൻ കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്നെ ഇങ്ങനെ എന്തോ സാധനം എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് വീഴ്ചിട്ട് അവൻ പോകാനായിട്ട് ഇടയായി. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അമ്മ എന്തോ ഇവനെ ഇങ്ങനെ പറഞ്ഞു. അവൻ എറിഞ്ഞപ്പോ ഞാനിങ്ങനെ വീണുപോയി. അപ്പൊ അതിന്റെ ആ ദേഷ്യത്തിൽ അമ്മ പറഞ്ഞു, നിന്റെ കൈ ഒടിഞ്ഞു പോകൂടാ ഇങ്ങനെ. ജസ്റ്റ് അമ്മമാരുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ദേഷ്യം കൊണ്ട് പറയുന്ന ഒരു സംഭവമായിരുന്നത്. പക്ഷേ അമ്മയുടെ ആ വാക്ക് ആഴം പറ്റി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എന്റെ ബ്രദർ അവൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഫുട്ബോൾ കളിക്കാനാണ് അവൻ പോയത്. അപ്പം പോയ സമയത്ത് അവൻ വീണിട്ട്, ഫുട്ബോൾ കളിയല്ലേ, അപ്പം അവൻ വീണു. അവന്റെ മേളിലോട്ട് കുറെ പിള്ളേർ ഓടി വന്ന് കേറി ഇറങ്ങി ഇങ്ങനെ ഓടി കളിച്ചങ്ങ് പോയി. അപ്പം പെട്ടെന്ന് അവന്റെ കൈക്ക് ഫ്രാക്ചർ ആയി. അപ്പം പെട്ടെന്ന് കുറച്ചു സമയം അമ്മ ഈ സംഭവം പറഞ്ഞ് അവൻ കളിക്കാൻ പോയ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. എല്ലാ ആളുകളൊക്കെ അവിടെ വന്നു, പ്രശാന്ത് വീണു, അവന്റെ കൈ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് എല്ലാരും വന്നു. അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, എല്ലാം നോക്കി. ഒരു വൈദ്യൻ വന്നു, അവന്റെ കൈയൊക്കെ ഇങ്ങനെ ആക്കി. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അമ്മയ്ക്കാണെങ്കിൽ ഏറ്റവും വിഷമം, കാരണം അമ്മ അങ്ങനെ പറയുകയും ചെയ്തു, പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വൈദ്യൻ വന്ന് എന്തൊക്കെയോ ചെയ്ത് കമ്പൊക്കെ ഇങ്ങനെ, അന്നത്തെ കാലത്ത് ഒരു സംഭവമാണല്ലോ, അതൊക്കെ കമ്പൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി. പക്ഷെ ഭയങ്കരമായിട്ട് നീര് വന്ന് വീർത്ത് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം അമ്മയും അച്ഛനുമാണ്, ഫാദറുമാണ് ഹോസ്പിറ്റലിൽ അവന്റെ കൂടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ഈ കൈയുടെ മുട്ടിന് ജോയിന്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി അകത്തുനിന്ന്. അപ്പൊ അത് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ്. അപ്പൊ അന്നത്തെ സമയത്തൊക്കെ അങ്ങനെ ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യമായിട്ടാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പം ഞാനും അനിയത്തി മാത്രം വീട്ടില്, അമ്മ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ, അങ്ങനെ കുറെ ദിവസങ്ങൾ അവിടെ. അതിനൊക്കെ ശേഷം ഒരു ദിവസം അന്ന് ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇങ്ങനെ അമ്മയും അനിയനും അച്ഛനും കൂടെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് അവനെ ഇങ്ങനെ വീട്ടിൽ റൂമിൽ കൊണ്ടുവന്നാക്കി എല്ലാം കിടത്തിയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും അമ്മയെ നോക്കുമ്പോൾ അമ്മ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം ആ ഒരു പ്രായത്തിൽ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. അപ്പൊ ആ ഒരു പ്രായത്തിൽ കാര്യങ്ങളൊന്നും എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അമ്മ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. വല്ലാത്തൊരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിപ്പോയി അമ്മയ്ക്ക്. കാരണം അമ്മ പറഞ്ഞ വാക്കുകൊണ്ടാണ് അവനങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. കാരണം ഒറ്റ മോനാണ്, ഭയങ്കരമായിട്ട് കാര്യമായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷെ അമ്മയുടെ വാക്കുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം അമ്മയ്ക്ക് വന്നിട്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലായിരുന്ന ദിവസങ്ങളിലൊന്നും അമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വിഷമത്തിൽ അവന് വേണ്ടി ഇങ്ങനെ അതിന്റെ അടുത്തിരുന്ന് ആ ഒരു സംഭവത്തിൽ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടായി. അപ്പൊ അച്ഛൻ അവനെ കൊണ്ടുവന്ന് വീട്ടിലാക്കി അടുത്ത വണ്ടി വിളിച്ച് നേരെ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഉണ്ടായത്. അപ്പൊ ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും സാക്ഷ്യം പറയുന്ന ഒരു കാര്യമാണ്, ഒരു രോഗിയെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് അടുത്ത രോഗിയെ കൊണ്ട് ഞാൻ
ഹോസ്പിറ്റലിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മള് ചെറിയ മക്കളാണ്, ഇപ്പൊ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല, എങ്കിൽ പോലും എന്തോ സംഭവിച്ചു, അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് മാത്രം അറിയാം. അങ്ങനെ കുറേ ദിവസങ്ങൾ അമ്മ ഹോസ്പിറ്റലാണ്, നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ആന്റി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ നോക്കി. അപ്പൊ അപ്പം ഞാൻ 6ൽ പഠിക്കുന്ന ആ ഒരു സമയം തൊട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം വരെയുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈമില് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തു. അമ്മയ്ക്ക് ഈ അസുഖം മാറുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുകൊണ്ട് തന്നെ അമ്പലത്തിലോ ദൈവങ്ങളെയോ ഒന്നും ആരാധിക്കുന്ന ആ ഒരു ഇതില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കുറെ അധികം ഹോസ്പിറ്റലിൽ അങ്ങനെ മാറി മാറി ഇങ്ങനെ കാണിച്ചു. അപ്പം പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്ന അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഡോക്ടർമാർ അതൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമാണ്, അപ്പൊ ഇതുകൊണ്ട് മാറാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങള് അപ്പോഴത്തേനും ആ ഒരു സ്റ്റേറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ കുറെ ആളുകൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയാൽ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയി ഇന്ന വഴിപാട് കഴിച്ചാൽ ഇത് മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഇങ്ങനെ ഈശ്വരവാദിയായ എന്റെ പിതാവ് ഈശ്വര വിശ്വാസിയായിത്തീർന്നു. എന്താന്ന് വെച്ചാൽ ഈ രോഗം മാറുവാനായിട്ട് പല ആര് എവിടെ പറഞ്ഞാലും അവിടെ പോകും, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി എത്ര ദൂരെ ആണെങ്കിലും അമ്മയും കൊണ്ട് അവിടെ പോകും. കുറച്ച് നാൾ അവിടെ പോയി ഇങ്ങനെ നിൽക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെയും തിരിച്ച് അതുപോലെ വീട്ടിൽ വരും, പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും അമ്മയ്ക്ക് വയ്യാഴിക. പിന്നെ അങ്ങനെ എനിക്കറിയില്ല പേര് പറയാൻ, കുറെ അധികം അമ്പലങ്ങളിൽ, കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ അമ്പലങ്ങളിലും അമ്മയെ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയെല്ലാം പോയിട്ട് വന്നിട്ട് അമ്മയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള മാറ്റവും ഇല്ല. അപ്പം ഈ നിരീശ്വരവാദം വിട്ട് ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയ പിതാവ് വീണ്ടും ഇതെന്ത് ഇതാണെന്നുള്ള ചിന്തിച്ചിട്ട് ഭയങ്കരമായ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ വീടും സ്ഥലവും ഒക്കെ വിൽക്കുവാനും അതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനും ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങള് അച്ഛനാണെങ്കിൽ ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങള് അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഇങ്ങനെ എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ കിട്ടും ഉള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ താമസം മാറുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ സമയത്തും ഇതുപോലെ അച്ഛൻ പകുതി ദിവസങ്ങളും അമ്മയോണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകുമായിരിക്കും. അതിനുശേഷം വന്നിട്ടുള്ള ദിവസങ്ങളിൽ ജോലി ചെയ്യും, പിന്നെ വാടക കൊടുക്കണം, ഞങ്ങൾ 3 മക്കള്, ഞങ്ങളുടെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുമായിട്ട് അച്ഛന് എല്ലാം കൂടെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു വല്ലാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകും. രോഗം ഒരു സൈഡില്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം ഒരു സൈഡിൽ, അങ്ങനെ വളരെ മാനസികമായിട്ട് എന്റെ പിതാവ് തളർന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ അവിടെയുള്ള ഒരു അച്ചായൻ, ആ അച്ചായൻ ഇങ്ങനെ ഒരു കോൺട്രാക്ട് ആണ്, ഈ വീടിന്റെ പെയിന്റിങ് പണിയൊക്കെ ചെയ്യുന്ന ഒരു കോൺട്രാക്ട്. അപ്പം ഇടയ്ക്ക് പുള്ളി എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ളപ്പോൾ ഞാൻ അച്ഛനെ ഇങ്ങനെ വിളിക്കും, അച്ഛൻ അവരുടെ കൂടെ ജോലിക്ക് ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് എന്തോ പൈസ ഇങ്ങനെ ജോലി ചെയ്ത് തന്നെ കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിന്റെ മതത്തിലിരുന്നിട്ട് അച്ഛന്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ അറിഞ്ഞ കാര്യമാണ് ഇത് അച്ഛൻ പിന്നീട് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് അച്ഛന് ആ ഒരു പൈസ കിട്ടിയിട്ട് എന്തെങ്കിലും നല്ല ആഹാരം മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് ഭക്ഷണവും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിന്റെ ആ സഹോദരന്റെ കൂടെ പോകാനിടയായിരുന്നു. അപ്പം അദ്ദേഹം വേറൊരു സ്ഥലത്തായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അപ്പം അവിടെ നിന്ന് അദ്ദേഹത്തിന് കുറച്ച് പൈസ കിട്ടുവാനുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു പാസ്റ്ററുടെ വീടാണ്. ആക്ച്വലി പാസ്റ്ററുടെ വീടല്ല, പാസ്റ്ററുടെ ചർച്ചായിരുന്നു. ആ ചർച്ചിൽ ഇദ്ദേഹം പെയിന്റിങ് പണി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അത് മേടിക്കാനായിട്ടാണ് പോയത്. അപ്പൊ എന്റെ അച്ഛനെ കൂടെ കൂട്ടിപ്പോയി. അവിടെ ചെന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാസ്റ്റർ എന്റെ അച്ഛനൊന്നും സംസാരിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. ഇദ്ദേഹമാണ് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്റെ അച്ഛനോട് ഈ പാസ്റ്ററുടെ ഹൃദയത്തിൽ ദൈവം എന്തോ ഒരു തോന്നിപ്പിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാ, എന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനിടയായിരുന്നു. അപ്പൊ അച്ഛൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഈ പാസ്റ്റർ അച്ഛനോട് പറഞ്ഞു, ഓക്കെ ചേട്ടൻ നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു പാസ്റ്റർ. അപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. അപ്പം അച്ഛന്റെ മനസ്സിലൊരു ഇത് തോന്നി, ഏതായാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു ശാന്തിയും സമാധാനവും ഒരു മാറ്റം മനസ്സിലായി. അപ്പം ഈ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറി, അതായത് അങ്ങനെ ഒരു വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഈ പാസ്റ്റർ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന് റെഗുലർ ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരാനായിട്ട് തുടങ്ങി.
അപ്പം അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം, ആ ഫാസ്റ്റ് കുടുംബമായിട്ട് ഞങ്ങളെ അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അവർ ഉദ്ഘോഷിച്ച് പ്രാർത്ഥിപ്പാനായിട്ടായിരുന്നു. അപ്പൊ ഞമ്മക്ക് ഇതേക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്താണ് പ്രാർത്ഥന അല്ലെങ്കിൽ എന്താണ് ഉപവാസം, അങ്ങനെയൊന്നും ഞങ്ങൾ പിള്ളേരായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം അറിയാം, ആരോ അപരിചിതരായിട്ട് വന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ വരുന്നു, നമ്മളോട് നന്നായിട്ട് സംസാരിക്കുന്നു, നമ്മൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ വീട്ടിൽ വന്ന് പാസ്റ്റർ ആന്റി, ഞാൻ ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ മാതൃ ചർച്ചിലെ പാസ്റ്ററും ആന്റിയുമാണ്. പാസ്റ്റർ സജി ചെറിയാന്നാണ് പാസ്റ്റർ പേര്. ചാരോൺ ചർച്ച് അടിമാലി സെന്ററിന്റെ സെന്റർ പാസ്റ്റർ ആണ് പാസ്റ്റർ. അപ്പം പാസ്റ്ററും വൈഫും ആയിരുന്നു അത്. അപ്പൊ അവർ അടിമാലിയിൽ വന്ന് ആദ്യമായിട്ട് അവിടെ ചർച്ച് തുടങ്ങിയ ആ ഒരു വർഷമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അപ്പം അവര് വരും, ഞങ്ങളുടെ കിച്ചണിലൊക്കെ കയറി ആന്റി ഇങ്ങനെ നോക്കും, എന്താണ് ഫുഡുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അവർ വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഞങ്ങൾ പേഴ്സണലി എനിക്ക് പറയുവാണെങ്കിൽ ദൈവം രക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചൊന്നുള്ള കാര്യങ്ങളല്ല, അവര് കാണിച്ച ആ ഒരു സ്നേഹം, അതാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് ഇടയാക്കുന്നത്. അപ്പൊ ഞാൻ എന്തിനാണ് ഇവർ നമ്മുടെ ആരുമല്ല, പക്ഷെ ഇവര് നമുക്ക് വേണ്ടി എത്ര സ്നേഹത്തോട് സംസാരിക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി ദൂരത്താണ്, നമ്മൾ വാടകയ്ക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയേക്കുവാണ്. അപ്പൊ നമുക്ക് ആരുമില്ല, റിലേറ്റീവ്സ് വരാനോ പോകാനോ നമ്മുടെ സങ്കടങ്ങൾ പറയാനോ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പം അവരുടെ ആ ഒരു ഇടപെടൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്പർശിക്കാനായിട്ട് ഇടയായിരുന്നു. അതിനുശേഷം നമ്മുടെ അച്ഛനും അമ്മയും റെഗുലറായിട്ട് അവിടെ ചർച്ചിൽ പോവുകയും പ്രാർത്ഥനയ്ക്കും അങ്ങനെയൊക്കെ പങ്കെടുക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ പതിയെ ഞങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പം ആ ഒരു സമയങ്ങളില് ഞങ്ങൾക്ക് കുടുംബത്തിൽ വലിയൊരു വ്യത്യാസം, എല്ലാത്തിനും ഒരു അമ്മയുടെ അസുഖത്തിനൊക്കെ ആണെങ്കിൽ ഒരു ശമനം അല്ലെങ്കിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുവാനായിട്ട് ഇടയായിരുന്നു. യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. അപ്പം എന്റെ അച്ഛനും അമ്മയും നേരത്തെയും പല ആളുകൾ അവരോട് സുവിശേഷം പറയുക അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് കേൾക്കുക, അച്ഛനൊക്കെ ഒരു സമയത്ത് പള്ളിയിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ പോകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും അറിയില്ല, ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് തന്നെ. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവനുള്ള ഒരു ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു, എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തു. അതുവരെയും ദൈവത്തെ കുറിച്ച്, ദൈവം ഉണ്ടെന്നോ, ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്നോ, അല്ലെങ്കിൽ അമ്പലങ്ങളിലാണെങ്കിലും പോയി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയോ, ദൈവവുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ഒരു റിലേഷൻ ഇല്ലാതിരുന്ന ഒരു ലൈഫായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കേട്ടപ്പോൾ അത് ഭയങ്കര ഒരു അനുഭവമായിട്ട് തോന്നി. അങ്ങനെ പയ്യെ ഞങ്ങളും സഭയിലൊക്കെ കടന്നു പോകാനും പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ തുടങ്ങി. അതുപോലെ തന്നെ ആ പാസ്റ്ററുടെയും വൈഫിന്റെയും ആ ഒരു ലൈഫ്, അവർ ആ ചർച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഞങ്ങളായിരുന്നു ആദ്യത്തെ 1-2 ഫാമിലികളിൽ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ആദ്യകാലത്തെ ആ ഒരു സ്നേഹം, ആ സമയത്ത് വിശ്വാസികൾ 1-2 ഫാമിലി ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഒരാൾക്ക് വേണ്ടി അടുത്താൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും തന്നെ ഫ്രൈഡേസിന് ഉപവാസ പ്രാർത്ഥന, ബുധനാഴ്ചകളില് ഭവന പ്രാർത്ഥനകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ലൈഫിൽ ചേഞ്ച് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അത് നല്ലൊരു പോസിറ്റീവ് എനർജി ലൈഫിൽ തരുവാനായിട്ടായിരുന്നു. അപ്പം ആ ഒരു ദൈവിക സ്നേഹം ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് പേഴ്സണലി എന്റെ ലൈഫിൽ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആ ഒരു സ്നേഹം ഇങ്ങനെ തൊട്ടറിയുന്ന പോലത്തെ ആ ഒരു അനുഭവത്തിലൂടെ വരുവാണ്. അങ്ങനെ പയ്യെ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനാണെങ്കിൽ ഇങ്ങനെ വലിയൊരു അത്ഭുതങ്ങളോ അങ്ങനെയൊന്നും ദൈവം എന്റെ ജീവിതത്തിൽ ആ രീതിയിൽ നമുക്ക് പറയാനായിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് തന്നിട്ടില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവികമായ ഒരു സാന്നിധ്യം, അതെനിക്കിങ്ങനെ തൊട്ടടുത്ത് എന്റെ ദൈവം നിന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ എന്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആ സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഞാൻ പേഴ്സണലി ഇങ്ങനെ ഒത്തിരി, ഞാനും എന്റെ ബ്രദറും ഒത്തിരി ഇങ്ങനെ ആളുകളോടൊന്നും സംസാരിക്കാത്ത സ്വഭാവക്കാരായിട്ടുള്ള, എന്റെ അനിയത്തിയും അമ്മയൊക്കെ എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആരെ കണ്ടാലും പെട്ടെന്ന് പരിചയപ്പെട്ട് സംസാരിക്കുക, അങ്ങനെയാണ്. പക്ഷെ ഞാനും എന്റെ ബ്രദറും അങ്ങനെ ആരോടും ഒന്നും സംസാരിക്കില്ല. ഞങ്ങൾ തമ്മിൽ നല്ലതായിട്ട് സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളുടെ അയൽവക്കത്തൊന്നും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പം 2 വയസ്സിന്റെ വ്യത്യാസമാണ് ഞാനും അവനും തമ്മിൽ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ട്വിൻസിനെ പോലെ എപ്പോഴും എവിടെ ഒരുമിച്ച് നടക്കും, പോകും, അങ്ങനെ. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ വേറെ ആരുമായിട്ട് ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ദൈവത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനായിട്ട് ഇടയായിരുന്നു എന്റെ ലൈഫിൽ.
കാര്യങ്ങളൊക്കെ ദൈവത്തോട് ഇങ്ങനെ ഒരു പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായി. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനിരുന്ന എന്താ പറയാ, നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു ഫോർമൽ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഓപ്പണായിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അതുകൊണ്ട് തന്നെ പേഴ്സണലി ആ ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ്, തൊട്ടടുത്ത് ദൈവം നിന്നിട്ട് ഒരു മനുഷ്യനെ എങ്ങനെ ചേർത്ത് നിർത്തണം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെ ഇത് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ദൈവമായിട്ട് എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് തന്നെ എനിക്ക് ഞങ്ങളുടെ പാസ്റ്റർ വൈഫ് ഇങ്ങനെ പറയുമായിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന്. ആ ഒരു വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ചിരുന്നു. ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നമ്മൾ ഒന്നും പറയില്ല, എന്തെങ്കിലും വേണ്ട ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം എനിക്ക് എന്റെ ബ്രദറിനില്ല. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഞാനിങ്ങനെ ദൈവത്തോടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. എനിക്ക് എന്ത് വേണമെങ്കിലും അങ്ങനെ കുറച്ചുകളായിട്ട് ചോദിക്കുന്നു, ദൈവം എനിക്ക് ഓരോ കാര്യങ്ങൾ നടത്തി തരുന്നു. അങ്ങനെ ആ ഒരു ഇതിലേക്ക് എനിക്ക് നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഞങ്ങളുടെ ചർച്ചില് ഒരു പാസ്റ്റർ വരുമായിരുന്നു, നോർത്ത് ഇന്ത്യയിൽ നിന്ന്. ഒരു ബിജു എബ്രഹാം എന്നാണ് പാസ്റ്ററുടെ പേര്. പാസ്റ്റർ ആ സമയത്ത് പഞ്ചാബിലാണ് മിനിസ്റ്റർ ചെയ്തുകൊണ്ടത്. അപ്പൊ എല്ലാ വർഷവും പാസ്റ്റർ ഇങ്ങനെ ഫാമിലി ആയിട്ട് ചർച്ചിൽ വരും. വെക്കേഷൻ സമയത്ത് വരുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഇങ്ങനെ ഓരോ ആളുകളുടെ ജീവിത രീതികൾ, നോർത്ത് ഇന്ത്യയിലെ സുവിശേഷം പറയേണ്ടതിന്റെ ആവശ്യകതകൾ, അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സാക്ഷ്യവും അതുപോലെ തന്നെ പാസ്റ്ററുടെ ഓരോ പ്രസംഗത്തിലും നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമായിരുന്നു. അവിടെ സുവിശേഷം അറിയാത്ത, യേശു ആരാണെന്ന് പോലും അറിയാത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ കേരളത്തില് ഇവിടെ എല്ലാവർക്കും യേശുവിനെ അറിയാം, ഇവിടെ അല്ല സുവിശേഷത്തിന്റെ ആവശ്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാസ്റ്റർ പറയുമ്പോൾ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ നോർത്ത് ഇന്ത്യയിലെ ആ ഒരു ഭാഗങ്ങള്, ആളുകളുടെ ജീവിത രീതികൾ, അതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കാണുമായിരുന്നു. അങ്ങനെ അത് കേട്ട് കേട്ട് എനിക്ക് നോർത്ത് ഇന്ത്യ എന്നൊരു ഒരു ഒരു ഇത് ദൈവം തരുവാനിടയായി. അപ്പം നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യാനുള്ള ഭയങ്കര ഒരു ആഗ്രഹം ദൈവം എന്റെ ഉള്ളിൽ തന്നു. അപ്പം എനിക്കറിയാം ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് അമ്മയുടെ രോഗമൊക്കെ മാറി ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനം അനുഭവിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് അച്ഛൻ മോനെ, ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആൺമക്കളെയാണല്ലോ കൂടുതലും സുവിശേഷ വേലയ്ക്കൊക്കെ വേണ്ടിയിട്ട് മാതാപിതാക്കൾ സമർപ്പിക്കുന്നത്. അതുപോലെ സിസ്റ്ററെ പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, അമ്മയുടെ രോഗം അങ്ങ് മാറിയോ? ഇങ്ങനെ പ്രേയറിനൊക്കെ പോയി കഴിഞ്ഞു? രോഗം മാറി. രോഗം മാറി. അമ്മയുടെ രോഗത്തിന് ആശ്വാസവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്ന ആ ഒരു സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, എന്റെ പിതാവ് ഒരു തീരുമാനം എടുത്തു, എന്റെ മോനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ സുവിശേഷ വേലയ്ക്കുള്ള എന്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, ഞാൻ പറഞ്ഞില്ല, ഈ കാസ്റ്റ് നോർത്ത് ഇന്ത്യയെ കുറിച്ച് പറയുന്നത് കൊണ്ട് കേട്ടിട്ട് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിലുണ്ടായി. അപ്പൊ ആ സമയത്ത് എന്റെ പിതാവ് പറയുമായിരുന്നു, ഞാൻ വീട്ടിലെ മൂത്ത ആളായതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോലി മേടിക്കണം, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യണം. ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് ആദ്യകാലങ്ങളിൽ നമ്മൾ ആയിരുന്ന സമയത്ത്. പക്ഷെ ഈ വിശ്വാസത്തിൽ വന്ന ആ ഒരു സമയം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്ററി ചെയ്യണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം എന്റെ ഹൃദയത്തിൽ വരുവാനും ഞാൻ 10th കഴിഞ്ഞ സമയത്ത് തന്നെ 10th ആ ഒരു വർഷത്തിനുള്ളിലാണ് ഞങ്ങളുടെ ഈ ലൈഫ് ചേഞ്ച് ആവുന്നതും പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോകുന്നതും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ 10th ലാസ്റ്റ് ആ സമയം ആയപ്പോഴേക്കൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹം പറയുന്നില്ല, വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, പൊതുവെ ആഗ്രഹങ്ങളൊന്നും പറയുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതും പറഞ്ഞില്ല വീട്ടില്. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേക്കാം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നോർത്ത് ഇന്ത്യയിൽ എനിക്ക് മിനിസ്റ്റർ ചെയ്യണം, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം 10th കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ പാസ്റ്ററുടെ വൈഫിനോടാണ് ആദ്യമായിട്ട് പറഞ്ഞത്, വീട്ടിലൊക്കെ പറഞ്ഞില്ല. എനിക്കിങ്ങനെ ശുശ്രൂഷയ്ക്ക് വേലയ്ക്ക് പോകാനാണ് ആഗ്രഹം, പ്രീ ഡിഗ്രിക്കൊന്നും എനിക്ക് പഠിക്കണ്ട, ആ സമയത്ത് പ്രീ ഡിഗ്രി ആകുമ്പോ, അപ്പം എനിക്ക് പഠിക്കണ്ട, എനിക്ക് 10th ക്ലാസ് കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പോയാൽ മതി. അപ്പം അത് പറയുമ്പോൾ അവരെല്ലാരും പറഞ്ഞു, അല്ല 10th ക്ലാസ് പോരാ, പ്രീ ഡിഗ്രി എങ്കിലും പഠിക്കണം, എന്നാലാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രീ ഡിഗ്രി വരെയെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു BTH പോകാം, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ BTH പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മനസ്സില്ലാ മനസ്സോടെ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാൻ പാസ്റ്ററുടെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ കൂടുതലും അവിടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. കോളേജ് അടുത്തായതുകൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വീട്ടില് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവര് എന്നെ
കൂടുതൽ സമയങ്ങൾ അവിടെ നിർത്തിയിരുന്നു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ആത്മീയ ജീവിതം എനിക്കും വളരെയേറെ എന്റെ ആത്മീയ ജീവിതത്തിലും അത് വളരെ ഹെൽപ്ഫുൾ ആകും. അവരുടെ പ്രാർത്ഥനയും അവരുടെ ഉപവാസം അവരുടെ ആ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് എനിക്കും എന്റെ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ബൈബിൾ കോളേജിൽ പോകാനാണ് ആഗ്രഹം. അപ്പൊ ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ ഞങ്ങളെ അങ്ങനെ ദൂരോട്ടൊന്നും അധികം വിടാറില്ല, ബന്ധുക്കളുടെ വീടുകളിൽ പോകാനൊന്നും വിടാറില്ലാത്ത ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ എനിക്കറിയാം നോ ആയിരിക്കും ആൻസർ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. എന്തായാലും ദൈവഹിതമായിരുന്നത് തന്നെ അച്ഛൻ നോ എന്നും പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം, അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പോകാനുള്ള കാര്യങ്ങൾ ഇത് ചെയ്തു. ആ സമയത്ത് ഞാൻ ഈ ബൈബിൾ കോളേജിൽ പോകാനുള്ള മനസ്സിൽ ആഗ്രഹം ഉള്ളായിരുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത് സുവിശേഷം എന്നെ ഇപ്പൊ കണ്ടിട്ടുണ്ട് കൺവെൻഷനുകളിലും പല ആത്മീക ആരാധനകളിലും അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ദേവദാസന്മാർ ഇങ്ങനെ ഓരോ ആളുകളെ പ്രവചിക്കുകയും അവരുടെ തലയിലൊക്കെ കൈവച്ച് നിങ്ങളുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും ആഗ്രഹിച്ചു ചിലപ്പം ദൈവം അങ്ങനെയായിരിക്കും ഒരാളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കുന്നത്. അപ്പൊ ഞാൻ എവിടെ ഉപവാസ പ്രാർത്ഥന കൺവെൻഷൻ എല്ലാ സ്ഥലങ്ങളിലും പോകും. അച്ഛനും പോകും, ഞാനും മെയിനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും ഞാനും ആണിങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ദൈവമേ അവിടെ ചെല്ലുമ്പോൾ ഒരു ദേവദാസൻ എന്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ പറയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഒരു ദേവദാസന്മാരും ആക്ച്വലി എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ തലയിൽ കൈവച്ചവർ ആരും എന്നോട് നീ ഇന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് എന്റെ ഹൃദയത്തിൽ, അത് എന്നോട് ഡയറക്റ്റ് ആണ്. ഒരു ദേവദാസനോട് പറയാതെ ഒരു ദൈവം എന്നോട് ഡയറക്റ്റ് സംസാരിച്ചതാവും. എന്റെ ഹൃദയത്തിൽ ആ ഒരു ആത്മഭാരം ഒരു ഭയങ്കരമായിട്ട് എനിക്കത് ചെയ്തേ പറ്റൂ, എനിക്കതൊരു സമാധാനക്കേട് പോലെ അതെന്നെ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു വലിയൊരു അന്ന് നമുക്ക് അങ്ങനെ അറിയില്ല ഇത് ആത്മഭാരമാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പം പക്ഷെ ഒരു ഹൃദയത്തിൽ എപ്പോഴും ഇതാ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ എന്റെ ആഗ്രഹം പറഞ്ഞു. എന്തായാലും അച്ഛന് ഒരു വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് ബൈബിൾ കോളേജിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്തു. ദൈവം സഹായിച്ച് എനിക്ക് പായിപ്പാടാണ് ഇന്ത്യൻ ബൈബിൾ കോളേജിലാണ് പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എല്ലാ വർഷവും നോർത്ത് ഇന്ത്യയിലേക്ക് മിഷണറിമാരെ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് മിഷണറിമാരെ എല്ലാ വർഷവും നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കും കോളേജിൽ നിന്ന്. അപ്പം ഒരു അനൗൺസ്മെന്റ് വന്നു, എല്ലാ ക്ലാസ്സുകളിലും അനൗൺസ്മെന്റ് വന്നു. നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ, താല്പര്യമുള്ള സ്റ്റുഡൻസ് ഓഫീസിൽ പോയി പേര് കൊടുക്കുക. അവർക്ക് നോർത്ത് ഇന്ത്യയിൽ ബാക്കി ഈ 6 മാസത്തെ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് നോർത്ത് ഇന്ത്യയിലായിരിക്കും ബാക്കി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അനൗൺസ്മെന്റ്. എനിക്കത് ഭയങ്കരമായിട്ടുള്ള എനിക്ക് തോന്നി ഇത് എനിക്ക് വേണ്ടി മാത്രം വന്നൊരു ഇതായിട്ട് എനിക്ക് എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാൻ വീട്ടിൽ ചോദിച്ചില്ല, ആരോട് ചോദിച്ചില്ല. ഞാനിത് കേട്ട പാടി അന്ന് തന്നെ ഓഫീസിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്പർ ഏറ്റവും ആദ്യമായിട്ട് പേര് കൊടുത്തത് ഞാനായിരിക്കും തോന്നുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് പീരീഡ് ഈ അനൗൺസ്മെന്റ് വന്നു, നെക്സ്റ്റ് പീരീഡ് തന്നെ ഞാൻ ഓഫീസിൽ പോയിട്ട് ഞാൻ എന്റെ പേര് കൊടുക്കാൻ ഇടയായി. അപ്പം അതിനുശേഷം ഞാൻ അപ്പോഴും എനിക്ക് ഒരു ഉറപ്പുമില്ല എന്റെ പിതാവ് എന്നെ ഇതിന് അനുവദിക്കും, ഇത്രയും ദൂരെ യാത്രയ്ക്ക്. ഇപ്പം ഇവിടെ ബൈബിൾ കോളേജിൽ പോയിട്ട് തന്നെ അച്ഛന് എല്ലാ മാസവും വരും, ബൈബിൾ കോളേജിൽ എന്നെ കാണാനായിട്ട് വരും. അച്ഛന് ഇങ്ങനെ മക്കളെ വിട്ട് മാറിയിരിക്കുന്ന ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല വീട്ടില്. ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേസമയം തന്നെ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ നമ്പറിട്ട് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആദ്യമായിട്ട് എനിക്കിങ്ങനെ പോകണം. അപ്പൊ എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ് 1 by 1 ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്നും അതിന്റെ മേലെ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ എന്നിട്ട് അത് എന്റെ ഞങ്ങളുടെ പാസ്റ്ററുടെ വൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് കേട്ടോ. ആന്റി പുള്ളിക്കാരി ഇതുപോലെ കാര്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എന്നോട് ഇങ്ങനെ പറയുകയാണ്, നീ അത് എന്തെങ്കിലും വേണമെങ്കിൽ നീ അത് മനസ്സിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിനക്ക് കിട്ടി, അല്ലെങ്കിൽ നീ അത് ബൈബിൾ കോളേജിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോഴും നീ ബൈബിൾ കോളേജിൽ ഇങ്ങനെ ബസ്സിൽ കയറി ബാഗൊക്കെ ആയിട്ട് ബൈബിൾ കോളേജിൽ പോകുന്നത്, അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ ഗേറ്റ് കടന്ന് അകത്തോട്ട് പോകുന്നത്, അതൊക്കെ നീ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാൻ വേണ്ടിയിട്ട്
എനിക്ക് ഓരോ സാധനങ്ങൾ ഞാൻ മേടിക്കുന്നത്, ബാഗിൽ സാധനങ്ങൾ അടുക്കി അടുക്കി വെക്കുന്നതൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും സമയമായപ്പോഴത്തേക്കും ദൈവം എല്ലാം എനിക്കിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ എനിക്ക് നടത്തി തരുവാനും പോവാനും ഞാൻ എന്നിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് ഓണത്തിന്റെ അല്ല എന്തോ ഒരു അവധി 10 ദിവസത്തെ അവധി തന്നു കോളേജിൽ നിന്ന്. പോകേണ്ടവർക്ക് അതിനുള്ള പ്രിപ്പറേഷനും വീടുകളിൽ പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുമായിട്ട്. അപ്പൊ ഈ അവധി കിട്ടിയതും ഞാൻ വീട്ടില് പറഞ്ഞില്ല. കാരണം നമുക്ക് അന്ന് അങ്ങനെ മൊബൈലോ കാര്യങ്ങളോ ഇല്ല. ഹോസ്റ്റലിന്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ച് വേണം, അതും വീട്ടിൽ ഫോണില്ല, അയലൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ടൊക്കെ വേണം. അപ്പൊ നമുക്കിങ്ങനെ പെട്ടെന്ന് അവധി കിട്ടിയപ്പം ഞാൻ ഒന്നും പറയാനൊന്നും നിന്നില്ല, നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാവർക്കും സർപ്രൈസ് ആയി. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ വന്നേ, എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് വന്നാണോ എന്നൊക്കെ ഓർത്ത് ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയി. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല. പക്ഷെ എന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പയ്യെ കാര്യം അവതരിപ്പിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കുറെ നാളായിട്ട്. അപ്പൊ ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്ക് ഭയങ്കര ഫീലായി. അതൊക്കെ കണ്ടപ്പോ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്തിനാ നീ വിഷമിക്കുന്നേ, ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ നീ പൊക്കോ, ആരാ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. എനിക്കപ്പോ ഭയങ്കര ഉറപ്പായി, ഓക്കെ ഇത് ആരും എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞില്ല. പക്ഷെ ദൈവം എന്നെ, ഞാൻ ആ സമയത്തും പ്രാർത്ഥിച്ചു. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം നിന്റെ ഹിതമാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും, എനിക്ക് അച്ഛൻ്റെ പെർമിഷൻ കിട്ടണം, നിന്റെ ഹിതമാണെങ്കിൽ എന്നെ അയക്കണമേ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. പക്ഷെ ഈ പെർമിഷൻ കിട്ടിയപ്പം എനിക്ക് 100% ഉറപ്പായി ദൈവം എന്നെ നോർത്ത് ഇന്ത്യയിലെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ദൈവം എന്നെ അയക്കുവാണ്, ഇത് ദൈവത്തിന്റെ ഹിതമാണെന്നുള്ള ആ ഉറപ്പ് എനിക്ക് കിട്ടുവാനായിട്ടിടയായി. അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് 10 ബോയ്സും 10 ഗേൾസും ആണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയത്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ യാത്ര. അങ്ങനെ എല്ലാവരും പോകേണ്ട ദിവസം ഞങ്ങളിങ്ങനെ ഓരോ ദിവസങ്ങളും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്നു. ദിവസങ്ങൾ വന്നു. ഞാൻ മനസ്സിൽ ഇങ്ങനെ കണ്ട് പ്രാർത്ഥിച്ച പോലെയുള്ള എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ദൈവം എനിക്ക് ചെയ്തു വന്നു. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിനെ കോളേജിൽ നിന്ന് പോയി, അങ്ങനെയൊക്കെ ചെയ്തു. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് രപ്തി സാഗർ എക്സ്പ്രസിനാണ്, ഞങ്ങൾ ഭോപ്പാലിനാണ് പോയത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ഔട്ട്ഫിറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് മാറുന്നത്. അപ്പം മറ്റു സ്റ്റുഡൻസിന്റെ ഒന്നും പേരൻസ് ഒന്നും വന്നിട്ടില്ല. എന്റെ മാത്രം അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം എനിക്ക് ഭയങ്കര ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും ദൂരോട്ട് പോകുന്നതിന് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും അവര് എന്റെ സന്തോഷത്തോടു കൂടി തന്നെ അയച്ചു. അങ്ങനെ ഞങ്ങള് 98-ലാണ് ഭോപ്പാലിലേക്ക് കടന്നു പോയത്. അവിടെ ഞങ്ങള് ചെന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു അനുഭവമായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിൽ പോകാനും സ്ലം ഏരിയകളിലാണ് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ മിനിസ്ട്രിക്കായിട്ട് ഞങ്ങളെ അയച്ചത്. അപ്പം അവിടെ ചെന്ന് അവിടുത്തെ ഓരോരുത്തരുടെ ജീവിത രീതികള് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കണ്ണു നിറഞ്ഞു പോകും. ദൈവമേ, ഇങ്ങനെയും ആളുകൾ ജീവിക്കുന്നു. വളരെ ഇടുങ്ങിയ സ്ഥലത്ത് ദൈവത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർക്ക് ദൈവത്തെ കുറിച്ചൊന്നും ചിന്തിക്കാൻ ഒന്നും സമയമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഭയങ്കരമായിട്ടുള്ള ആ സ്ട്രഗിളിലൂടെ അവരെങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുവാണ്. കുഞ്ഞു കുഞ്ഞു കുട്ടികള് ഡ്രസ്സൊന്നും ഇല്ലാതെ ഇങ്ങനെ വഴിയിൽ കൂടെ നടക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ദൈവം ഇവർക്കാണല്ലോ ഏറ്റവും അത്യാവശ്യമായിട്ട് ജീവനുള്ള ദൈവത്തിന്റെ ആവശ്യം, യേശുവിന്റെ ആവശ്യം ഇവർക്കാണല്ലോ. അങ്ങനെ ഭയങ്കര ആത്മഭാരത്തോടു കൂടി തന്നെ നമുക്ക് അവിടെ കുറെ മിനിസ്ട്രി ഇങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് തിയറി ക്ലാസ്സിനേക്കാൾ കൂടുതൽ സമയങ്ങൾ ഞങ്ങൾ ഔട്ട്റീച്ച് മിനിസ്ട്രീസ് ആയിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു പീരിയഡ് ഓഫ് ടൈമിലൂടെ ഞങ്ങൾ അവിടെ കടന്നു പോയത്. എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു വാർഡൻ ആന്റി ഉണ്ടായിരുന്നു. ആന്റിക്ക് കുറച്ച് ഹിന്ദി അറിയാം, നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് അറിയാവുന്ന സ്കൂളിലൊക്കെ പഠിച്ച കുറെ ഹിന്ദിയിലൊക്കെ ഓരോന്ന് പറയും. എന്നിട്ട് കുറെ ആളുകളോട് യേശുവിനെ കുറിച്ച് പറയും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഒരു ബ്രദർ മാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് ഹിന്ദി അറിയായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും അവരുടെ വീടുകളിൽ പോകും, അവരോട് കാര്യങ്ങളൊക്കെ പറയും. സൺഡേയിൽ നിങ്ങൾക്ക് ആരാധനയ്ക്ക് വരണം, എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആവണം. അവർ പറയും ഓക്കെ ഞങ്ങൾ എല്ലാം വരാന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ സൺഡേ മോർണിംഗിൽ ഞങ്ങൾ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് റെഡിയായി നമ്മൾ അവിടെ പോകും. അവരെ കൊണ്ടുവരാനായിട്ട് പോകും. അവർ തന്നെ വരില്ല, കാരണം വരാന്ന് പറഞ്ഞെങ്കിലും അവർക്ക് അത്രയ്ക്കുള്ള ഇതല്ലേ ഉള്ളൂ, തന്നെ വരില്ല. നമ്മൾ ചെല്ലുമ്പോഴത്തേനും അവർ ചിലപ്പോൾ തുണി അലക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പം ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മളെ പറഞ്ഞു വിട്ടേക്കുന്നത് നിങ്ങൾ എന്താണേലും അവരെ വിളിച്ചോണ്ട് വേണം വരാനുള്ളത്. അപ്പം സൺഡേ വർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവരെ കൊണ്ട് വരണം. നമ്മൾ അവിടെ പോയിരുന്നിട്ട് അവരുടെ കൂടെ, അവർ പയ്യെ സ്ലോലി ആയിരിക്കും എല്ലാം ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അവിടെ പോയിരുന്നിട്ട് അവരുടെ കൂടെ കൂടും. നമ്മൾ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കുഴച്ച് കൊടുത്തിട്ട് അവർക്ക് ഇവര് പറയും എനിക്ക് ഹസ്ബൻഡിനും മക്കൾക്കും ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാതെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാനിത് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അത് ചെയ്യാൻ വിട്ടാൽ ചിലപ്പോൾ നമുക്ക് ടൈമിൽ വർഷിപ്പിന് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ ഇരുന്നിട്ട് അവരുടെ കൂടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കൂടി പിന്നെ അവരെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ട് ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ കുറെ അധികം ആളുകളെ യേശുവിനെ കുറിച്ച് പറയുവാനും യേശുവിന്റെ സ്നേഹത്തെ അവരെ അറിയിക്കുവാനും അവരെ ആരാധനയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ടുവരുവാനും ഒക്കെ ദൈവം ഞങ്ങളെ ഞാൻ പേഴ്സണലി എന്നെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും നല്ല സമർപ്പണ ബോധമുള്ള സഹോദരി സഹോദരന്മാരായിരുന്നു. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഓരോരുത്തരും നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ കുറെ ആളുകളെ നമുക്ക് ദൈവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി. അങ്ങനെ ഞങ്ങൾ കുറെ 3 വർഷത്തോളം ഞങ്ങൾ അവിടെ ഭോപ്പാലില് ദൈവത്തിന്റെ മിനിസ്ട്രി ആയിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അതിനുശേഷം അവിടുന്ന് നമ്മള് ബീഹാറില് ഒരു പാസ്റ്ററുടെ ഇതിൽ നമ്മള് ബീഹാറില് ബീഹാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാട്നയിലേക്ക് പോകാനായിട്ട് ദൈവം എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെയും ദൈവത്തിന്റെ ഇതുപോലെ തന്നെ സ്ലം ഏരിയയിൽ നമ്മൾ ആ സമയത്ത് ഒരു സ്കൂളിൽ പഠിപ്പിക്കാനും കൂടെ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ മിനിസ്റ്റർ ചെയ്യാനായിട്ടുള്ള അവസരം ദൈവം എനിക്ക് തന്നു. അപ്പൊ ഞാൻ ആ കുറച്ച് വർഷങ്ങൾ 2-3 വർഷം ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം റിയലി എന്റെ ലൈഫിൽ മറുപടി തന്നു. ഞാനത് മുഖാമുഖമായിട്ട് ആ നോർത്ത് ഇന്ത്യയിലെ ആളുകളുടെ ലൈഫിലേക്ക് ഇറങ്ങുവാനും അവരെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനൊക്കെയുള്ള വലിയൊരു അവസരം ദൈവം എനിക്ക് തന്നു. അപ്പം അത് ദൈവത്തിന്റെ വലിയൊരു പ്ലാൻ ആയിരുന്നു അതിനെ കുറിച്ച്. ഞാനത് അനുഭവിച്ചറിയുവാൻ തന്നെ വലിയൊരു കൃപ എന്റെ ജീവിതത്തിൽ. ഞാനത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം പല ആളുകൾക്കും ലഭിക്കാതെ ഇരിക്കുന്ന ഒരു ഭാഗ്യമാണ് ഈ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്നത്. അത് ഭയങ്കര സമർപ്പണ ബോധത്തോടു കൂടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മിനിസ്ട്രിയാണ് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പം പട്നയിലും അതുപോലെ തന്നെ ഞങ്ങള് സ്ലം ഏരിയയിലുള്ള കുട്ടികളെ നമ്മൾ ക്ലാസ് എടുക്കുമായിരുന്നു. അവിടെ പോയിട്ട് ഇങ്ങനെ കുറെ കുട്ടികളെ കൂട്ടിയിരുത്തിയിട്ട് ഒരു ഫോണൊക്കെ വെച്ചിട്ട് അവരുടെ ഇങ്ങനെ ABCD അല്ലെങ്കിൽ ഹിന്ദി ആൽഫബറ്റൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ബൈബിൾ വേഴ്സുകൾ അവരെ പഠിപ്പിക്കും. ബൈബിൾ സോങ്ങുകൾ, ആക്ഷൻ സോങ്ങുകൾ, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് സൺഡേയിലേക്ക് അവരെ ചർച്ചിലേക്ക് നമ്മൾ ക്ഷണിക്കും. അപ്പൊ ആ സമയത്തും അവിടെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. നമ്മള് ഭോപ്പാലിലായിരുന്ന സമയത്താണെങ്കിലും നമുക്കൊരു ഭീഷണി കത്തൊക്കെ വരുവാനുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്ലം ഏരിയയിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ആ സമയത്തൊക്കെ ഞങ്ങളുടെ വാർഡനാൻറ്റി ഞങ്ങളെല്ലാം ഒരുമിച്ച് ഉപവസിക്കും, പ്രാർത്ഥിക്കും ഒക്കെ ചെയ്ത ദൈവം ആ ഒരു ഇതിലേക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ പട്ടേലായിരിക്കുന്ന സമയത്ത് 2 വർഷം പട്ടേലായിരുന്നു. അതിനുശേഷം അവധിക്ക് നാട്ടിൽ വന്നൊരു സമയത്താണ് എനിക്ക് വിവാഹാലോചന വരുന്നത്. അപ്പൊ ആ സമയത്ത് ആക്ച്വലി ഞാൻ മെന്റലി ഒരു വിവാഹത്തിന്റെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അവധിക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ മിഷൻ സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നോർത്ത് ഈസ്റ്റുകാരി ആയിട്ടുള്ള ഒരു മേഡം ആയിരുന്നു പ്രിൻസിപ്പൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ നോർമലി അവധിക്ക് ശേഷം ചെന്നിട്ടാണ് എക്സാമിന്റെ റിസൾട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ വർഷം ഞങ്ങളിങ്ങനെ എക്സാം കഴിഞ്ഞ ഉടനെ പോകാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്ത് മേഡത്തിനോട് പെർമിഷൻ ചോദിച്ചു. മേഡം പറഞ്ഞു വേണ്ട, പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ മതി പ്രിയ. ഞാൻ ചോദിച്ചു അതെന്താ മേഡം അങ്ങനെയെന്ന് ചോദിച്ചു. പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ, പെൺപിള്ളേരുടെ കാര്യമല്ലേ, വിവാഹം ഒക്കെ കഴിഞ്ഞു പോയാൽ എന്ത് പിന്നെ വരത്തില്ലല്ലോ നിങ്ങൾ, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല മേഡം അങ്ങനെയില്ല, ഇപ്പം പെട്ടെന്നൊന്നും പ്ലാൻ ഇല്ലെന്ന് പറഞ്ഞു. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് ദൈവമല്ലേ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ മേഡം എന്ന് പറഞ്ഞു. ഞാൻ റിസൾട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. എന്താണേലും അതൊരു ദൈവിക ആലോചനയായിരുന്നു മേഡത്തിലൂടെ എനിക്ക് ലഭിച്ചത്. ഞാൻ നാട്ടിൽ അവധിക്ക് വന്ന സമയത്താണ് എനിക്ക് ഈ വിവാഹാലോചന വരികയും ആദ്യമായിട്ടാണ്, അതിനു മുമ്പ് ആലോചനകളൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വിവാഹത്തെ കുറിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവഹിതം, ദൈവത്തിനാണ്. ഞാൻ ഡിമാൻഡുകളൊന്നും പറയാറില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ പല ആളുകളും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പാസ്റ്റർ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം നിന്റെ ഹിതം, എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആരാണെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവത്തിന്റെ ഹിതമുള്ള എങ്ങനെയാണോ ദൈവം ആഗ്രഹിക്കുക അതുപോലെയുള്ള ആളെ എനിക്ക് ലഭിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ എന്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹമായിരുന്നു ആദ്യമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വരുന്ന ആള് തന്നെ എന്നെ കാർ കഴിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഇന്ന് ഈ ആലോചന വന്നു. ആദ്യമായിട്ട് തന്നെ അത് മുമ്പ് ആലോചനകൾ വന്നെങ്കിലും പെണ്ണ് കാണാനും അങ്ങനത്തെ ഉള്ള ചടങ്ങുകളൊന്നും നടന്നിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നതാണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡ്. അപ്പം ആ ആലോചന തന്നെ ഉറപ്പിക്കാനിടയായി.
അങ്ങനെ ഞാൻ കല്യാണാലോചനയുടെ സമയത്തും പല കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ എനിക്ക് ഒറ്റ ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നോർത്ത് ഇന്ത്യയിൽ എനിക്ക് മിനിസ്റ്റർ ചെയ്യണം. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് വേറെ ഒരു കാര്യം ഇതില്ലായിരുന്നു. കാരണം പുള്ളിയും നാട്ടില് പാസ്റ്ററായിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ല നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യാനാണ് താല്പര്യം. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യാനാണ് താല്പര്യം. ഞാൻ ഇപ്പം ഇവിടെ ആണെങ്കിൽ പോലും മിനിസ്റ്റർ നോർത്ത് ഇന്ത്യയിൽ ചെയ്യാനാണ് ആഗ്രഹം. ഞാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നോർത്ത് ഇന്ത്യൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എല്ലാം പറഞ്ഞു. അപ്പൊ എനിക്കും ഒരു കോൺഫിഡൻസ് ആയി, ഓക്കെ ഇതാണ് ദൈവം എനിക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം ഓക്കെ ആയി. അങ്ങനെ നമ്മള് 2004 നവംബറിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് ദൈവഹിത പ്രകാരം. അതിനുശേഷമായിട്ട് കുറച്ച് നാൾ ഞങ്ങൾ നാട്ടില് ചർച്ചിൽ മിനിസ്ട്രി ആയിരുന്നു. ചർച്ച് മിനിസ്ട്രി ആയിട്ട് ഞങ്ങള് വൈക്കം സൈഡില് പാലങ്ങട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയും ഇതുപോലെ തന്നെ എപ്പോഴും എന്റെ ആഗ്രഹം മിനിസ്ട്രി ഒന്നും നടക്കാത്ത അല്ലെങ്കിൽ സുവിശേഷം എത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ മിനിസ്ട്രി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ നാട്ടിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അത്. ഭയങ്കരമായിട്ട് ഹിന്ദുക്കൾ തിങ്ങി പാർക്കുന്ന, ഭയങ്കര ഇങ്ങനെ സർപ്പക്കാവുകളും ഇങ്ങനെ വീടുകളിൽ വിഗ്രഹാരാധന അല്ലെങ്കിൽ അമ്പലങ്ങള്, അങ്ങനെയൊക്കെ എല്ലാ ആളുകളുടെയും വീട്ടിൽ അമ്പലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. അങ്ങനെ ഒരു സ്ഥലത്ത് 1.5 വർഷത്തോളം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്കിടയായി. അങ്ങനെ അവിടെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ബൈബിൾ കോളേജിലേക്ക് പുള്ളിയെ BTH കംപ്ലീറ്റ് ചെയ്തിരുന്നു നാട്ടില്. അപ്പൊ വീണ്ടും പഠിക്കണം, MBA പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് നമുക്ക് വിശാഖപട്ടണത്ത് COTM ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം നമ്മൾ കുടുംബമായിട്ട് അവിടെ കടന്നുപോയി. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം 3 വർഷത്തെ കോഴ്സായിരുന്നു അത്. അവിടെയും ദൈവം ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ട് ദൈവം പരിപാലിച്ചു. കാരണം പുള്ളിക്ക് ഞങ്ങളൊരു ഫ്രണ്ട് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു പഠിക്കാനായിട്ട്. പക്ഷെ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ദൈവം ഭയങ്കര അത്ഭുതകരമായിട്ട് ഞങ്ങൾ ആ കോഴ്സ് പുള്ളിക്ക് കംപ്ലീറ്റ് ചെയ്യുവാനും, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് ദൈവം അയക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ഒരു സ്ഥലത്ത്, സുവിശേഷം എത്താത്ത ഒരു സ്ഥലത്ത് കടന്നുപോയി ദൈവത്തിന്റെ വേല ചെയ്യാനാണ് ഞങ്ങൾ കുടുംബമായിട്ട് ആഗ്രഹിക്കുന്ന. ദൈവം അത് അങ്ങനെയുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പം ആയിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 35 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത് പുള്ളിയുടെ ഒരു കസിൻ, പാസ്റ്റർ ഒരു കസിൻ ഇവിടെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു ദിവസം ഈ സ്കൂൾ പുള്ളി സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിനെയും കൂടെ കൂട്ടിനായിട്ട് വിളിച്ചു, ഇങ്ങനെ കാണാൻ പോകാൻ വരുന്ന സമയത്ത്. അങ്ങനെ ആ സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവഹിത പ്രകാരമുള്ള ഒരു സ്ഥലത്ത്, സുവിശേഷം എത്തപ്പെടാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ സുവിശേഷ വേലയ്ക്കായിട്ട് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഇവിടെ കടന്നു വന്നത്. കടന്നു വന്ന് ഒരു ചെറിയൊരു റൂമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം. ഡേമനിന്റെ അപ്പൊ അവിടെ വന്നപ്പം ഞങ്ങളുടെ ഈ കസിൻ ബ്രദർ പറഞ്ഞു, ഇവിടെ എങ്ങും ഇതുവരെ ഒരു മിഷണറിമാര് വന്നിട്ടില്ലാത്തൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പം അന്നേരം ആ ദിവസം വൈകുന്നേരം എന്റെ ഹസ്ബൻഡ് അവിടെ ഇരുന്ന് ആ റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തിന് വേണ്ടിയാണല്ലോ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവ് നിന്റെ ഹിതമാണെങ്കിൽ ഈ ദേശത്ത് ഞങ്ങളെ അയക്കണം, സുശിക്ഷ വേലയ്ക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി അവിടുന്ന് ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഏകദേശം 3 വർഷത്തിലേക്ക് ആ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഞങ്ങളെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് വിളിച്ചു. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഒരു ബൈബിൾ കോളേജിൽ എന്റെ ഹസ്ബൻഡ് പഠിപ്പിക്കാനായിട്ട് അവിടെ ഒരു അവസരം കിട്ടി. അപ്പം അവിടെ പഠിപ്പിക്കാനും അവർക്ക് മിഷൻ സ്കൂളുണ്ട്. അപ്പൊ എനിക്ക് അവിടെ സ്കൂളിൽ പഠിപ്പിക്കാനും അങ്ങനെയായിട്ട് നമ്മൾ അവിടെ ഒരു വർഷം വർക്ക് ചെയ്യാനായിട്ട് അവിടെ ശുശ്രൂഷ വേല, അതും വില്ലേജുകളിൽ മിനിസ്ട്രിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് അവിടെ ഒരു എന്താ പറയുന്ന ഒരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ആന്ധ്രയിലാണത്. ആന്ധ്രയിലും നമ്മുടെ കേരളത്തിലേക്ക് പോലെ തന്നെയാണ്, എല്ലായിടത്തും ഓൾമോസ്റ്റ് സുവിശേഷമൊക്കെ എത്തിപ്പെട്ട സ്ഥലങ്ങളാണ്. സുവിശേഷം അറിയാത്ത ആളുകളൊന്നും അധികം ഇല്ല. അപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സുവിശേഷം എത്താത്ത നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളാണ് നമ്മുടെ മിഷൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് ഒരു ആത്മസംതൃപ്തി കിട്ടുന്നില്ല. അവിടുത്തെ ആ ഒരു മിനിസ്ട്രി നമ്മൾ ഇതാവുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ കസിൻ ബ്രദർ ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പം ആക്ച്വലി പുള്ളി നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് വിളിക്കുന്നത്. പക്ഷെ അന്നേരം പുള്ളി പറഞ്ഞു, ഇവിടെ നിങ്ങൾ മിനിസ്ട്രിയും ചെയ്യുമോ, കൂടെ നിങ്ങൾ സ്കൂളിലും കൂടെ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മിനിസ്റ്റർ ചെയ്തോളാൻ ഉള്ളൊരു ഇത് കിട്ടിയത് കൊണ്ട് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു നമ്മൾ വന്നു. ഇവിടെ വന്ന് നമ്മള് 1 മാസമായി, 2 മാസമായി.
പുള്ളി മിനിസ്ട്രിയും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും പുള്ളി സംസാരിക്കുന്നില്ല. അപ്പം നമ്മുടെ മെയിൻ ഇത് നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിസ്ട്രി. അപ്പം നമ്മളിങ്ങനെ പയ്യെ പുള്ളിയോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, എന്താണ് കാര്യം, മിനിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമുക്ക് പ്രയറൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞു, നമ്മള് ഇവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നവരല്ല. നമുക്ക് മെയിൻ നമുക്ക് പൈസ ഉണ്ടാക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇവിടുത്തെ ആളുകളെ രക്ഷിച്ചിട്ടൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മനസ്സിലായി നമുക്കിത് സൂട്ട് ആവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നമ്മളപ്പം നമ്മള് മനസ്സിൽ നമുക്ക് അസന്തുഷ്ടിയായി, നമുക്ക് പറ്റത്തില്ല എന്നുള്ളൊരിതായി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, നമുക്ക് എന്താണ് ഇങ്ങനെ പറ്റിയത്, നമ്മുടെ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ്, ദൈവത്തിന്റെ മിഷൻ കണ്ടിട്ട് നമ്മൾ എല്ലാം ചെയ്ത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, നമുക്ക് അവരുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് പോകാനൊന്നും സാധിക്കാത്തൊരു സിറ്റുവേഷൻ അങ്ങനെയായി. ആ ഒരു മനസ്സിൽ ഇത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് തമ്മില് ബ്രദേഴ്സ് തമ്മിൽ ഒരു കസിൻസ് തമ്മിൽ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങോട്ടും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഓരോരോ സംസാരങ്ങളൊക്കെ ആയി. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിരന്തരമായിട്ട്. എനിക്ക് ഭയങ്കര വിഷമായി. നല്ല സന്തോഷത്തിലിരുന്ന അല്ലെങ്കിൽ കാര്യമായിട്ടിരുന്ന രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഇഷ്ടക്കേടായി, വഴക്കായി, കുടുംബത്തിൽ ഇതാകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും എനിക്കും ഭയങ്കര വിഷമായി. ഞാൻ പറഞ്ഞു, ദൈവം എന്താണ് നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത്, ദൈവത്തിന്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്റെ ഹസ്ബൻഡിന്റെ ഏറ്റവും ഇളയ അനിയത്തിയുടെ വിവാഹം ആയി, നാട്ടിലെല്ലാം റെഡിയായി. ഡിസംബറിൽ നമുക്ക് കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മള് ഇവിടെ കസിൻ ബ്രദറിനോട് പറഞ്ഞു, ജെനിമോളുടെ കല്യാണമാണ്, നമുക്ക് നാട്ടിൽ പോകണം, അവധി വേണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഓൾറെഡി ഇങ്ങനെ ഒരു പൊരുത്തക്കേടൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ആദ്യം പറഞ്ഞു, പറ്റത്തില്ല, അങ്ങനെ അവധിയൊന്നും തരാൻ പറ്റില്ല, പിള്ളേരുടെ ക്ലാസ് ഒക്കെ ഡിസ്റ്റർബ് ആവും, സ്കൂൾ ഡിസ്റ്റർബ് ആവുന്നില്ല. അപ്പൊ നമ്മളാണ് മെയിൻ സബ്ജക്റ്റ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അപ്പം നിങ്ങൾ പോയ കാര്യങ്ങളൊന്നും പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞു. നമ്മൾ പറഞ്ഞു, ഇല്ല, നമുക്ക് എന്താണെങ്കിലും പോകണം, ഏറ്റവും ഉള്ള അനിയത്തിയുടെ വിവാഹമാണ്, പോയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ച് ലീവ് എടുത്ത് നമ്മൾ നാട്ടിൽ പോയി. എല്ലാം ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. എന്തോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മളോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അവിടെ അറിഞ്ഞ് ഇവർ തമ്മിൽ സംസാരം കാര്യങ്ങളായി. വീട്ടിലെല്ലാരും പറഞ്ഞു, നിങ്ങൾ ഇനി അങ്ങോട്ട് പോകണ്ടാന്ന് തീർത്തു പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാ വഴികളും അടഞ്ഞ പോലെയായി. നമ്മള് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഉപവസിക്കാൻ തുടങ്ങി, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 4 മാസം ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. നമുക്ക് നാട്ടിൽ പോയിട്ട് സമാധാനം ഇല്ല, വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാ സിറ്റുവേഷൻസും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കുള്ളിൽ കിടക്കുന്ന നമ്മുടെ ആ ഒരു ഇത് നമ്മള് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. നമ്മളിങ്ങനെ നാട്ടിൽ വന്ന് വെറുതെ നിൽക്കേണ്ടവരല്ല എന്ന് നമുക്ക് മനസ്സിന്റെ ആ ഒരു ഭയങ്കര ഒരു ഭാരം. അപ്പൊ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ഉപവസിക്കുന്നു. അതിനുശേഷം ഞാൻ ആരോടും പറയാതെ വീട്ടിൽ ഞാൻ സീക്രട്ട് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപവസിക്കുന്നു. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തണം, ഞങ്ങൾക്ക് എന്താണ് ദൈവം ഞങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് എന്നിങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ദൈവം ഒരു ഇത് തന്നു, നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഡൽഹി, ഇപ്പൊ ഞങ്ങൾ പ്രോപ്പർ ആയിരിക്കുന്ന ഈ സ്ഥലം, ഞങ്ങൾ ആദ്യം ആയിരുന്ന ബ്രദറിന്റെ സ്ഥലത്ത് നിന്ന് ഒരു 35 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ഈ സ്ഥലം. അപ്പൊ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് ഒരാൾ മുഖാന്തരം ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് ആ ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡൽഹി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നല്ല സ്കൂളൊന്നും ഇല്ല, ആകെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളേ ഉള്ളൂ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ. അപ്പൊ നമ്മൾ കേട്ടപ്പോ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയി, കാരണം നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഇതൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആ സമയത്ത് ഞങ്ങള് ബ്രദറിന്റെ അവിടുന്ന് നമ്മള് ടൗണിലേക്ക്, ഞങ്ങളുടെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടൗണിലേക്ക് പോകുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു റോഡുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ടൗണിൽ പോകുമ്പോഴും ഞാൻ ഈ റോഡ് ഇങ്ങനെ കാണും, പറയും ഇത് എങ്ങോട്ട് പോകുന്ന റോഡാണെന്ന് നമുക്കൊന്ന് നോക്കണം, ഈ റോഡിൽ നമുക്ക് ഒരു ദിവസം പോയി നോക്കണം, ഇവിടെ ഏതോ സ്ഥലങ്ങളുണ്ട്, ഇതിന്റെ അവിടെ എന്തോ ഉണ്ട്, നമുക്കൊരു ദിവസം പോകണം, നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. അതിനൊക്കെ ശേഷമാണ് ഈ വെർഗി എന്നുള്ള പറയുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ അറിയുന്നതൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ തീരുമാനിച്ചു, ഒക്കെ നമുക്ക് അവിടെ പോവാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്നു.
നോക്കാനായിട്ട് വന്നു, ഈ സ്ഥലം കാണാനായിട്ടൊക്കെ വന്നു. അപ്പൊ ഞാൻ നാട്ടിൽ ആ സമയത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ കസിൻ ബ്രദർ ഈ സംഭവം അറിഞ്ഞു, ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. അപ്പം പുള്ളി എന്നെ ഫോൺ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി, നിങ്ങൾ വരരുത്, അങ്ങോട്ട് വരരുതെന്ന് തന്നെ പറഞ്ഞു. നിങ്ങൾ വരാൻ പാടില്ല, കാരണം ഞാൻ അവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. നമ്മളോട് ഓൾറെഡി വേറെ ഒന്നോ രണ്ട് സ്ഥലത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന്. പക്ഷെ ഇത് പുള്ളി നമ്മൾ വരുവാന്ന് അറിഞ്ഞപ്പം പുള്ളി നമ്മൾ വരാതിരിക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു ഇങ്ങനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തി, നിങ്ങൾ വരരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. കൊച്ചു കുട്ടികളായിട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ എന്റെ ഇളയ മോനന്ന് 2 വയസ്സുള്ളൂ. അപ്പൊ എന്റെ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പ്രശ്നമാവുമെന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ട, ഇനി എനിക്ക് ധൈര്യമായിട്ട് വരാം, കാരണം എന്തെങ്കിലും പറ്റിയ ആരാ പറ്റിക്കുന്നതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടില് അതായത് എന്റെ ഫാദർ ഇൻ ലോ, അവരുടെ ഫാമിലിയിലുള്ള ബ്രദർ, ഫാദർ ഇൻ ലോയുടെ ബ്രദർ, ചാച്ചൻ, അവരെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് എന്റെ ഫാദർ ഇൻ ലോയുടെ പെങ്ങളുടെ മോനാണ് ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം അദ്ദേഹം ഞാൻ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ എന്താണെങ്കിലും ദൈവഹിതമാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോടും പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം ഞങ്ങൾക്ക് പ്രേരണ തന്നിട്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ എന്താണേലും മാറ്റില്ല, ഞങ്ങൾ എന്താണേലും വരും എന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനോട് ഈ കാര്യം പറഞ്ഞില്ല, കാരണം ഒരു ഇഷ്യൂ ആവുന്നല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിൽ ഇങ്ങനെ അവർ വിളിച്ചപ്പോൾ, ക്ലാസ്സിനൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, അവരൊന്നും ചെയ്യുന്നില്ല, ദൈവം അതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണേലും ഞങ്ങള് ആ വർഷം നെക്സ്റ്റ് ഏപ്രിൽ മാസത്തില് ദൈവം സഹായിച്ച് നിരന്തരമായ പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായിട്ട് ദൈവം ഞങ്ങളെ ഈ ദേശത്തേക്ക് 2012 ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ദേശത്തേക്ക് കടന്നു വന്നത്. അപ്പം ഞങ്ങൾ കടന്നു വരാനായിട്ട് ഇവിടെ വരാനായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിന് കയറി നമ്മൾ കുറച്ചു ദൂരം ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ടേണിങ്ങിൽ എത്തി. തിരിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ അന്ന് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു വഴിയാണിത്, ഈ ദർഗിയിലേക്കുള്ള വഴി. ആ ഒരു വഴിയാണ് നമ്മളാണ് എനിക്ക് മനസ്സിലായത്. ദൈവം എനിക്കത് നമ്മളെ അത് ദൈവം കാണിച്ചതായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്ലാനായിരുന്നു ഈ ഒരു ദേശം നമുക്ക് വേണ്ടി ദൈവം കരുതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മള് ഒരു സ്കൂളായിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. കാരണം നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് വന്നൊരു ചർച്ചോ അല്ലെങ്കിൽ ഹൗസ് വിസിറ്റിങ്ങുകളോ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു സ്കൂളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ വന്ന് നമ്മള് മിനിസ്ട്രി, ചർച്ച്, സ്കൂള് നമ്മൾ രജിസ്റ്റർ ചെയ്തു നാട്ടില്. അപ്പൊ നമുക്ക് പേര് രഹബോത്ത് മിഷൻ സ്കൂൾ അല്ലെങ്കിൽ രഹബോത്ത് മിഷൻ ചർച്ച് എന്നാണ് നമ്മൾ പേരിടുന്നത്. കാരണം ദൈവം നമുക്ക് വേണ്ടി കരുതിയ ഒരു സ്ഥലം എന്നുള്ള ആ ഒരു അർത്ഥമാണല്ലോ ബൈബിളിലെ രഹബോത്ത് എന്ന് പറയുന്നത്, ദൈവം കാണിച്ചൊരു സ്ഥലം എന്നുള്ള ആ ഒരു നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ 2012 ഈ സ്ഥലത്ത് കടന്നു വന്ന് ഇവിടെ മിനിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഞങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും ആ സമയത്ത് ഞങ്ങൾ അറിയാത്ത വ്യക്തികൾ, ഞങ്ങൾ ഈ സ്ഥലത്ത് ഒരു വ്യക്തിയെ പോലെ നമ്മൾ പേഴ്സണലി അറിയില്ലായിരുന്നു. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഓരോരോ ആളുകളെ നമ്മളെ ഒരുക്കി എന്ന് പറയുമ്പോൾ ഒരിക്കലും ദൈവമക്കളല്ല കേട്ടോ, ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ. അവർ നമുക്ക് വേണ്ടി റൂം ശരിയാക്കി, അവർ നമുക്ക് വേണ്ടി സ്കൂളിന് വേണ്ടി ബിൽഡിംഗ് ശരിയാക്കി, എല്ലാ കാര്യങ്ങളും ദൈവം ദൂതനെ അയച്ച് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ജാതികളായിട്ടുള്ള ആളുകളിലൂടെ ദൈവം നമുക്ക് വേണ്ടി അതെല്ലാം സമയാസമയങ്ങളിൽ ഒരുക്കി. ഞാൻ ആ ഒരു ബ്രദറിനോട് ഫോണിൽ മാത്രം സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ടി റൂം റെഡിയാക്കി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞു കുട്ടികളുണ്ട്, അപ്പൊ നമ്മുടെ ട്രെയിൻ അവിടെ എത്തുന്നത് വൈകുന്നേരത്താണ്, അപ്പൊ നമുക്ക് എങ്ങനെയാണ് റൂം നമുക്ക് താമസിക്കാൻ സൗകര്യമുള്ളതാണോ, നമുക്കൊരു ഫാമിലിയുടെ കൂടെ ആണെങ്കിലാണോ നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു അതിനെന്താ ഒരു പ്രശ്നമില്ല, എന്റെ ചാച്ചിയുടെ വീട്ടിൽ, അതായത് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ബ്രദറിന്റെ വീട്ടിലാണ് നമുക്ക് ആ ഒരു ഫാമിലി തന്നെ ഒരു റൂമാണ് നമുക്ക് വേണ്ടി ഒരുക്കിയത്. അപ്പം അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകളിലൂടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കാനിടയായി. അതാണ് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി. കാരണം നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അത്രയും നാൾ നമ്മൾ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്തു, നമ്മൾ ചോദിച്ചു ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യാനിടയായി എന്താ ഇങ്ങനെ ഞങ്ങളുടെ ലൈഫ് സംഭവിച്ചത്. പക്ഷെ ഈ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്ട്രഗിൾ ആയിരുന്നു ദൈവം
മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ 2012 ഇവിടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്തു. കൃപയാല രജിസ്ട്രേഷൻ നമുക്ക് ചർച്ചിന്റെ രജിസ്ട്രേഷൻ ആണ്, ട്രസ്റ്റിന്റെ രജിസ്ട്രേഷൻ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ദൈവം ആ ഒരു രജിസ്ട്രേഷന്റെ ബേസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഓർത്തത് ആ ഒരു രജിസ്ട്രേഷൻ മതി, കാരണം അതിന്റെ അണ്ടറിൽ ഇങ്ങനെ സ്കൂള്, ഹോസ്പിറ്റൽ, ഓർഫനേജ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു അതിന്റെ ഇതില്. അപ്പം അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു വന്നത്. പക്ഷെ ഇവിടെ വന്ന് സ്റ്റാർട്ടൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓക്കെ ആയി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച കുട്ടികളൊന്നും നമുക്ക് ലഭിച്ചില്ല. എങ്കിൽ പോലും ദൈവം ഓരോ ഇതും നമ്മളെ അത്ഭുതകരമായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദൈവം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഇദ്ദേഹവും ഈ ബ്രദറും ഇവിടെ വന്ന് തന്നെ സ്കൂൾ തുടങ്ങി. അദ്ദേഹത്തിന് ഓൾറെഡി സ്കൂൾ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്കൂളിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു സെപ്പറേറ്റ്. അദ്ദേഹം വന്ന് സ്കൂൾ തുടങ്ങുകയും നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാനും തുടങ്ങി. അനൗൺസ്മെന്റും കാര്യങ്ങളും പലയിടത്തും വിളിച്ചു പറയാനൊക്കെ തുടങ്ങി. ഇതിന് രജിസ്ട്രേഷൻ ഇല്ല, ഇതാണെങ്കിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് നമ്മുടെ ഒപ്പം തന്നെ വേറെ 3-4 സ്കൂളുകളും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവർക്കും സെയിം ഇഷ്യൂ വന്നു. എന്നാൽ അവര് പലരും കളക്ടറേറ്റ് വിളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവരൊക്കെ ഇവിടുത്തെ ലോക്കൽ ആളുകളാണ്. അവർക്ക് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആരും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ മീഡിയേറ്റർ ആയിട്ട് സംസാരിക്കാനൊന്നും ഒരു മനുഷ്യരും ഇല്ല, ദൈവം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അവിടെ എല്ലാം നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു തന്നു. ദൈവം എനിക്കാണെങ്കിലും ഹിന്ദി കുറച്ചറിയാമായിരുന്നു, ഞങ്ങൾ ഭോപ്പാലിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ. പക്ഷെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ലാംഗ്വേജ് കുറച്ച് ഡിഫറെന്റ് ആണ് നോർമൽ ഹിന്ദിനെ അപേക്ഷിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കുറേ ഞങ്ങൾ ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്തു. എങ്കിലും ദൈവം ഓരോ സ്ഥലങ്ങളിലും ഞങ്ങളെ അയച്ചു. ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ദൈവം മീഡിയേറ്റർ ആയിട്ട് തന്നെ നിന്ന്. മറ്റൊരു വ്യക്തി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഞങ്ങള് സ്വയം എടുത്തൊരു തീരുമാനത്തിലാണ് നമ്മൾ ഇവിടെ വന്നതും കാര്യങ്ങളൊക്കെ ചെയ്തതും എല്ലാം. അതുകൊണ്ട് നമുക്ക് അവരോടൊന്നും ഒരു ഹെൽപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് ഒന്നും ഷെയർ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥിച്ച് ഹെൽപ്പ് ചെയ്യാൻ പോലും ആ ഒരു സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ട്, പ്രയർ ഹെൽപ്പ് പോലും ഇല്ലായിരുന്ന സമയങ്ങളായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ദൈവം വളരെ അത്ഭുതകരമായിട്ട്, കാരണം ദൈവത്തിന്റെ രൂപപ്രകാരം നമ്മൾ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആ ഒരു ദൈവത്തിന്റെ പ്രസൻസ് നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. ഓരോ സ്റ്റേജിലും ഞങ്ങളത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ദിവസം ഇവിടെ DO ഓഫീസിൽ നിന്ന് BRC ഓഫീസർ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, തൽക്കാലം സ്കൂള് ബന്ദ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഹിന്ദിയുടെ ഒരു അപര്യാപ്തത മൂലം തൽക്കാലം എന്ന് പറഞ്ഞപ്പം, ആക്ച്വലി ഹിന്ദി അറിയുന്നവർക്ക് എല്ലാം അറിയാം, തൽക്കാലം എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എന്നാണ് ഹിന്ദിയിലെ മീനിങ്. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് എന്നുള്ള മലയാള മീനിങ് ആണ് ഞാൻ അന്നേരം മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ തൽക്കാലത്തേക്ക് ഇത് അടയ്ക്കുക, എന്നിട്ട് പിന്നീട് ഓക്കെ ആക്കാനുള്ള രീതിയിൽ അവർ പറഞ്ഞതെന്ന് ചിന്തിച്ച് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് അടച്ചു, ഷട്ടർ അടച്ചു സ്കൂളിൽ ആ ഒരു ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മള് പിറ്റേ ദിവസം പിന്നെ സ്കൂൾ തുറന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോർമലി പോയി. അതിനെല്ലാം ശേഷം ദൈവം ആ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്കൂളിന് വേണ്ടി സെപ്പറേറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ, ഓൺലൈൻ രജിസ്ട്രേഷൻ കാര്യം നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു അതിനെ കുറിച്ചൊന്നും. പക്ഷെ ഓരോ ഓഫീസുകളിലും പോകാനും അവിടെയൊക്കെ ദൈവം ഓരോരോ വ്യക്തികളെ നമുക്ക് വേണ്ടി ഒരുക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഓക്കെ ആക്കി ദൈവം. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. കുട്ടികൾ വളരെ കുറവായിരുന്നു എങ്കിൽ പോലും നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം അതാത് ദിവസങ്ങളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി. അതിനുശേഷം നമ്മൾ ആ സമയത്തും നമ്മൾ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് സ്കൂളിന്റെ കാര്യത്തിനായിട്ട് ഓരോ വില്ലേജുകളിൽ പോകും. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും, നമുക്ക് ഓരോ വീടുകളിൽ പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചോണം, നമ്മൾ സ്കൂളിന്റെ കാര്യത്തിലാണ് പോണെങ്കിൽ നമുക്ക് അതല്ല, നമുക്ക് അവിടുത്തെ ആത്മാക്കളെ നേടണം, നമുക്ക് അവരോട് സുവിശേഷം പറയണം, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോൾ ഉള്ളിനുള്ളിൽ നമ്മൾ പുറമെ സ്കൂളിന്റെ കാര്യമാണ് പറയുന്നത്, കുട്ടികളെ നമ്മൾ സ്കൂളിൽ വിടും, നമ്മൾ നാട്ടിൽ കേരളത്തിലുള്ള സ്കൂളാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഉള്ളിനുള്ളിൽ നമ്മൾ അവർക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം ഇവരോടൊക്കെ സുവിശേഷം പറയുവാനും ഇവരെയൊക്കെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കണേന്ന്. അങ്ങനെ ചില വർഷങ്ങൾ നമുക്ക് എടുത്തു. നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും. ഈ വില്ലേജിൽ നമുക്ക് കുറച്ച് ഫാമിലീസ് ആളുകൾ നമുക്ക് വിശ്വാസത്തിൽ വേണം, ദൈവത്തെ അറിയുവാനായിട്ട് നമുക്ക് ഇന്നോട് പറയണം. അങ്ങനെ ചില ആളുകളൊക്കെ നമ്മൾ പ്രേയറിനൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പേഴ്സണലി ഒക്കെ സംസാരിക്കുമ്പോൾ ഓരോ ഇഷ്യൂസ് ഒക്കെ പറയുമ്പോൾ രോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് അവർ വിളിക്കും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴും എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി അപ്പൊ കുറച്ച് ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, അവരെ മിനിസ്ട്രിക്ക് വേണ്ടി ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹം. പക്ഷെ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയിട്ടും നമ്മൾ ബൈബിൾ കോളേജിലായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും മീറ്റിങ്ങുകളാണ്, കൺവെൻഷൻ, കോൺഫറൻസ്,
ഫാസ്റ്റിംഗ് പ്രെയർ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒന്നുമില്ല. ഫാമിലി പ്രെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പ്രെയർ ഷെയർ ചെയ്യാൻ പോലും ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോയി. അന്നേരം നമ്മളിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ചില വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചിന്തിച്ച ഇടയ്ക്കൊക്കെ ഈ നാട്ടിലേക്ക് തിരിച്ചു പോയാലോ, ഇവിടെ ഒന്നും മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇരുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ കൊറോണ വരുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മള് ഇവിടുത്തെ ഉള്ള നോർമൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മള് കുറച്ച് ഒരുമിച്ചൊക്കെ കൂട്ടി അവരെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അതിനുശേഷം കൊറോണ വന്ന സമയത്ത് നമ്മളൊരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മളൊരു പ്രെയർ ഗ്രൂപ്പും അതോടെ ബൈബിൾ ട്രെയിനിങ് അത് കൊറോണയ്ക്ക് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ആളുകൾ, അതായത് നമ്മൾ സുവിശേഷം പറഞ്ഞ് ചർച്ചിലൊക്കെ പോയി തുടങ്ങിയ കുറച്ച് ആളുകളെ നമ്മൾ ബൈബിൾ ട്രെയിനിങ് പോലെ ക്ലാസ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ചില ആളുകൾ ദൈവം സുവിശേഷ വേലയ്ക്കായിട്ട് അവർ തന്നെ സമർപ്പിക്കുവാനും അവർക്ക് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കാനും ഹസ്ബൻഡ് കാര്യങ്ങൾ നമ്മളും ഹസ്ബൻഡ് ഹിന്ദി കുറച്ച് എന്നെക്കാളും കുറച്ച് വീട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മലയാളത്തിൽ ക്ലാസ് എടുക്കും, ഞാൻ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കടന്നുപോയി ആളുകളോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ചില വർഷങ്ങൾക്കുള്ളിൽ ദൈവം കുറെ അധികം ആളുകളെ ദൈവത്തിന്റെ നാമത്തിൽ ഈ ദേശത്ത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ദൈവകൃപയാൽ ദൈവങ്ങൾക്ക് കൃപ തന്നത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഞങ്ങളുടെ കഴിവല്ല. ഞങ്ങൾക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളാണ്, അങ്ങനെയുള്ള ഒത്തിരി നമുക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നടുവിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി. കുറെ ആളുകളോട് സുശേഷം പറയുവാനും അവരുടെ വീടുകളിലൊക്കെ പോയി ഇരുന്ന് അവരോട് ഒരുമിച്ചിരുന്ന് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അങ്ങനെയൊക്കെ ദൈവം സഹായിച്ചു. ഇന്ന് ഏകദേശം നമ്മളൊരു മീറ്റിംഗ് വെച്ചാല് ഏകദേശം 100-ൽ അധികം കുടുംബങ്ങൾ നമ്മളോടൊപ്പം വന്ന് കൂടുവാനായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രത്യേക സാഹചര്യം വെച്ച് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരുമിച്ച് കൂടിയുള്ള മീറ്റിങ്ങുകൾ നടത്താൻ സാധിക്കാറില്ല. എങ്കിലും വളരെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നു. അങ്ങനെ ദൈവം തന്ന ഒരു ദർശനം, ദൈവം മനസ്സിൽ തന്നൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ ദൈവം തന്നൊരു ആത്മഭാരം, ഞാൻ ആ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവം എന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ ഒരു വിഷനോട് കൂടി തന്നെ ദൈവം അങ്ങനെ ഒരു ഹസ്ബൻഡിനെയും ദൈവം എനിക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ അങ്ങനെ ഈ ദിവസങ്ങളിൽ ദൈവം വളരെ അത്ഭുതകരമായിട്ട് നമ്മൾ നടത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോർത്ത് ഇന്ത്യയിലെ മിനിസ്ട്രി എന്ന് പറയാൻ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഇപ്പം നമുക്കും പല സൈഡുകളിൽ നിന്നും കുറെ അധികം അങ്ങനത്തെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ പാസ്റ്റേഴ്സിന് അവരുടെ ചർച്ചുകളിലൊക്കെ പോയി ചർച്ച് അവർ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇവരെ എവിടുന്നാണ് വരുന്നത്, നമ്മളെയൊക്കെ ഇങ്ങനെ എപ്പോഴും വീഴ്ചോണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ആണെങ്കിലും എന്താണ് ഇവർ സ്കൂളില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും അതിന്റെ എല്ലാം നടുവിൽ ദൈവം ഭയങ്കര അത്ഭുതകരമായിട്ടാണ് ഞങ്ങൾ ഓരോ സമയത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. ദൈവത്തിന്റെ ആ വലിയൊരു ദൈവിക സ്നേഹം, അല്ലെങ്കിൽ ആ ദൈവികമായിട്ടുള്ള ആ ഒരു കരുതൽ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഈ നോർത്ത് ഇന്ത്യയിലെ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളിവിടെ ഇപ്പം റെന്റഡ് ആയിട്ടുള്ള ഇതാണ്, നമുക്ക് ചർച്ച് ബിൽഡിംഗ് അങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ വാടക വീടുകളിൽ മറ്റുള്ള ആളുകളുടെ വീടുകളിൽ ഹൗസ് ചർച്ചസ് ഒക്കെയാണ് ഇപ്പൊ നമുക്കുള്ളത്. അപ്പം അതിനൊക്കെയുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഇനി നിർത്തലാക്കും, അല്ലെങ്കിൽ ആ മറ്റുള്ളവർ വീടുകളിൽ പോയി പ്രാർത്ഥന അതൊക്കെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു സമയത്തിലേക്കൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. സ്കൂളിലാണ് നമ്മൾ കോമൺ മീറ്റിംഗിൽ ഇപ്പോൾ ഉള്ളപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് സ്കൂളിലും ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മൾ വേണ്ടുന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്കുള്ള പബ്ലിക് മീറ്റിങ്ങുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മള്. എങ്കിലും ദൈവം ഭയങ്കര അത്ഭുതകരമായിട്ട് നമ്മൾ നടത്തുന്നു. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ഈ ദേശത്തെ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ സ്ഥലത്തിന്റെ പേര് മധ്യപ്രദേശിലെ കട്നി ഡിസ്ട്രിക്റ്റില് ബർഹി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതൊരു തഹസിൽ പ്ലേസ് ആണ്. ഇതിന് ചുറ്റും ഏകദേശം 100ഓളം ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അപ്പൊ ആ ഗ്രാമങ്ങളിലൊക്കെ പല ഗ്രാമങ്ങളിലും കടന്നു പോകുവാനും അവിടെയുള്ള എല്ലാ ഗ്രാമങ്ങളിലും തന്നെ ഇപ്പോൾ ആളുകളുണ്ട്. വിശ്വാസത്തിൽ വന്നവരുണ്ട്, നമ്മൾ മുഖാന്തരം വന്നവരും ഉണ്ട്, അല്ലാതെ മറ്റ് 1-2 മിനിസ്ട്രീസ് ഒക്കെ ഉണ്ട്, അവരിലൂടെ വന്നവരും ഉണ്ട്.
അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ സുവിശേഷമൊക്കെ കേട്ടിട്ട് പിന്നെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്തേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരണം എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അങ്ങനെ ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടും അറിഞ്ഞും അവരുടെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ദൈവം ഞങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ആയിരിക്കുന്നു. തുടർന്നുള്ള മിനിസ്ട്രീസിന് വേണ്ടിയിട്ടും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ദൈവഹിതപ്രകാരം മുമ്പോട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രത്തോളം സമയം എന്റെ സാക്ഷ്യം കേൾക്കാനായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള പ്രത്യേക നന്ദി ദൈവത്തിന്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. ആ ദേശത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരു ദേശത്ത് പോയി അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനും കർത്താവിൻ്റെ ദാസനെയും ദാസിയും സ്കൂൾ ത്രൂ ആണെങ്കിലും കർത്താവിൻ്റെ ദാസനെയും ദാസിയും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആ സ്കൂളും മുഖാന്തരം ആ സ്കൂളിൽ കടന്നു വരുന്ന കുട്ടികളും അവരുടെ പേരൻസും എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അനേകർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവിൻ്റെ നാമം ആ ദേശത്ത് ഉയർത്തപ്പെടുവാനും നിങ്ങളെ കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിലും ഒത്തിരിയധികം സന്തോഷമുണ്ട്. കർത്താവ് ധാരാളം ദേവദാസിയെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ്. ദൈവത്തിന്റെ നാമത്തിൽ നമ്മുടെ നിലവിലെ വണക്കം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല അനുഗ്രഹമായ സമയത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല സന്ധ്യാസമയത്തെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ഇടയാക്കിയതിനായ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയും ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഈ സമയം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും ധാരാളമായ ദൈവം അനുഗ്രഹിക്കണമേ. പലയിടങ്ങളിലായിരുന്നുകൊണ്ട് ഈ ജോയ്സ് ടിവിയിലൂടെ ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെയും ദൈവമേനിയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ജോയ്സ് ടിവിയുടെ സംഘാടകരായിട്ടുള്ള പ്രിയ ആന്റിയെയും ആന്റിയുടെ ഫാമിലിയെയും അവരോടൊപ്പം നിന്ന് ദൈവത്തിന്റെ വേലയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ വിലയേറിയ ഈ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് ഭാഗവാക്കാകുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവം എന്റെ ഹിതപ്രകാരം നിന്റെ ആലോചന പ്രകാരം തന്നെ ഓരോരുത്തരെയും ദൈവം നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിന്റെയും ദുരിതത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും നടുവിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സേവിക്കുന്ന എല്ലാ ദൈവജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആ ഒരു വാഗ്ദത്തം ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞങ്ങൾ ഒരു നാളെ ഉപേക്ഷിക്കുകയില്ലായെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അനുഭവിച്ചറിയുവാൻ വരും ദിവസങ്ങൾ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഇടയാക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ.